ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളുടെ ജെഇ മെയിന് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള യോഹാനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് യോഹാനോടൊന്ന് ചോദിച്ചു നോക്കാം, എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം അല്ലേ. യോഹാൻ, എവിടെ നിന്നാണ് വരുന്നത് യോഹാൻ? ഞാൻ വരുന്നത് ആലുവെന്നാണ്, എറണാകുളത്ത് ആലുവെന്ന്. ഞാൻ +1 +2 പഠിച്ചത് ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാറിൽ ബ്രില്യൻ്റെ കോച്ചിങ്ങിനോടൊപ്പം ചെത്തുപുഴ സെൻറ്ററിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ അതെ, യോഹാൻ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കൂടെ നടന്ന് റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ യോഹാൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് അവരിപ്പോൾ ഈ ബ്രില്യൻറ്റിൻ്റെ വിക്ടറി ഡേ സെലിബ്രേഷന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അന്വേഷിച്ചറിയാം അല്ലേ, യോഹാൻ എങ്ങനെയായിരുന്നു ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കിയത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ യോഹാൻ നമ്മളുടെ നീറ്റിലെ കൂടി മെഡിക്കൽ നോക്കിയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ നീറ്റിലും നല്ലൊരു മാർക്ക് തന്നെ കരസ്ഥമാക്കാൻ യോഹാന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ യോഹാൻ നമുക്ക് ചോദിച്ചറിയാം, നമുക്ക് യോഹാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോവോ അതോ എഞ്ചിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുമോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അതിനു മുമ്പേ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ കൂടെയുള്ള ഈ ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷകരമായിരുന്നു. ബ്രില്യൻ്റ് എപ്പോഴും നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയാലും എന്ത് ട്രബിൾ ഉണ്ടെങ്കിലും അവർ സഹായിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചർ ജാസ്മിൻ മിസ് ആയിരുന്നു. മിസ് എന്ത് ട്രബിൾ ഉണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എങ്ങനെ പഠിക്കേണ്ട രീതികൾ. പിന്നെ ബ്രില്യൻ്റെ പ്രൊഫസേഴ്സ് അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും, നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട്, പിന്നെ ദൈവാനുഗ്രഹം, പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ട്, അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. അതിലൊത്തിരി സന്തോഷം. അപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ് ഈ വിജയങ്ങളൊക്കെ, നമ്മുടെ ബ്രില്യൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ വിജയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രില്യൻറ്റ് വന്ന ഒരു ടൈം, അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ഇപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിലാണെങ്കിലും അഡ്മിഷൻ എടുത്ത ആ ഒരു ടൈം അല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിക്ടറി ഡേയിലേക്ക് വരാൻ പറ്റുന്നു, ഇത്രയും റാങ്കും അതുപോലെ ഇത്രയും മാർക്കൊക്കെ നേടാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ആ ഒരു ടൈമിൽ വന്ന ടൈമിലുള്ള കുറേ കൺസേൺസ് ഉണ്ടാവില്ല, അയ്യോ എന്നെക്കൊണ്ട് പറ്റുമോ, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള കൺസേൺസ് ഉണ്ടാവും. കാരണം +1 +2ൻ്റെ കൂടെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴും എന്താണ് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യം തന്നെ നീറ്റ് ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ നീറ്റ് മെഡിക്കൽ എയിം ചെയ്ത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഒന്നാമത് മെഡിക്കലിന് ഒത്തിരി ആളുകളാണ്. ഇപ്പോൾ തന്നെ ഈ വർഷം 24 ലക്ഷം പേര് എഴുതിയത്. അപ്പോൾ ആ ഒരു ടെൻഷൻ അന്ന് തൊട്ട് ഉണ്ടായിരുന്നു. അതായത് വിക്ടറിയുടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും പോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു വിക്ടറിയിലേക്ക് വരണം എന്ന്. പക്ഷെ നമ്മൾ അധ്വാനിച്ചു, അവസാനം റിസൾട്ട് കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്ക് നമ്മുടെ യോഹാൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോൺ വർഗീസ് എന്നാണ്. ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ് തോന്നുന്നത് മകൻ്റെ ഈ ഒരു വിജയത്തിൽ? എന്താണ് ഇപ്പോൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ എന്താണ്, വളരെ സന്തോഷമായിരിക്കും എന്നറിയാം, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? വളരെയധികം സന്തോഷമുണ്ട്. അവന് ഉദ്ദേശിച്ചതുപോലെ തന്നെ നീറ്റിനും നല്ല റാങ്ക് കിട്ടി, ഒപ്പം തന്നെ ജെഇക്കും നല്ല റാങ്ക് കിട്ടി. അതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അവനെന്തായാലും മെഡിക്കലിലേക്ക് പോകാനാണ്. സുപ്രീം കോടതിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്തായാലും ശരിയായി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ഇവൻ്റെ മൂത്താൾ, ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്താൾ IIT മദ്രാസിലാണ് എൻജിനീയറിങ് ചെയ്തത്. അപ്പം കുറച്ചൊക്കെ ഇതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തോടും നന്ദിയുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ യോഹാൻ്റെ അമ്മ കൂടെയുണ്ട്. അപ്പോൾ അമ്മയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നതെന്നുള്ള കാര്യം. എൻ്റെ പേര് റൂബി. പ്ലാസിഡിൽ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് സെൻറ്ററിലുണ്ടായിരുന്ന ജാസ്മിൻ മിസ്സും ജിൻഡോ സാറും കുട്ടികളുടെ ഓരോ കാര്യങ്ങളിലും അവർക്ക് ഓരോ നിമിഷങ്ങളിൽ ഓരോ എക്സാംസ് കഴിയുമ്പോഴും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ മാതാപിതാക്കളെ പേരൻസ് ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് കുറഞ്ഞു പോയാൽ അപ്പോൾ തന്നെ ഞാൻ ജാസ്മിൻ മിസ്സിനെ വിളിക്കും. അപ്പോൾ മിസ്സ് പറയാം, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ വേണ്ടത് അവന് പറഞ്ഞു കൊടുത്തോളാം എന്നുള്ളവരുടെ ആ ഒരു സപ്പോർട്ട്, അത് വളരെ ഒരു വീട്ടുകാർക്കും ആശ്വാസമായിരുന്നു, കുഞ്ഞുങ്ങൾക്കും വളരെ ആശ്വാസമായിരുന്നു. ബ്രില്യൻറ്റിയും ഇവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളെയും വലിയ കാര്യങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തായാലും +1 +2 പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോർഡ് എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ബോർഡ് എക്സാമും അതേപോലെ തന്നെ ഈ കോച്ചിങ്ങും രണ്ടും എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടീച്ചേഴ്സ് തന്നെ അതിനുള്ള സപ്പോർട്ട് ചെയ്യുമായിരുന്നു. സ്കൂളിൽ നിന്നാണെങ്കിലും അവരധികം ബോർഡ് എക്സാമിന് പ്രഷർ തരികയല്ലായിരുന്നു. അവർ പഠിക്കേണ്ട രീതികൾ പറഞ്ഞു തരുമായിരുന്നു, എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടത്. രണ്ടും വേറെ മെത്തഡാണല്ലോ. ബോർഡ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവായിട്ട് മറ്റേതിന് ഒബ്ജക്റ്റീവായിട്ട് എഴുതണം. അപ്പം ബോർഡ് എക്സാമിനുള്ള രീതികൾ അവർ പഠിപ്പിച്ച് തരുമായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെ എക്സാംസ് നടത്തുമായിരുന്നു. അപ്പോൾ അതിനുള്ള മെത്തേഡെല്ലാം അവർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റുകാരാണെങ്കിലും ബ്രില്യൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം തന്നെ രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റി. അതിനുള്ള ഹെൽപ്പ് എല്ലാം ബ്രില്യൻ്റ് തന്നെ ചെയ്തു തന്നു. ഇപ്പോൾ പഠിക്കാൻ ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും അല്ലേ? ചിലർ ചിലപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളാവും, ചിലർ രാവിലെ ആയിരിക്കും. അപ്പോൾ മോന് കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളത് ഏത് ടൈമൊക്കെ ആയിരുന്നു? ഞാൻ കൂടുതലും രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളായിരുന്നു. രാവിലെ എണീക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് രാത്രി ഒരു 11:30 വരെ പഠിക്കും, എന്നിട്ട് രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ എണീക്കും. ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പഠിക്കുന്ന സമയം നല്ല അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഏറ്റവും മോട്ടിവേറ്റിംഗ് ആണ് ഇൻസ്പയറിംഗ് ആയിട്ടും തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ ഒരു പഠിപ്പിക്കുന്ന മെത്തേഡായിരുന്നു. കാര്യം എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരുന്നു, പ്രത്യേകിച്ച് പ്രായമുള്ള ടീച്ചേഴ്സ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. എല്ലാ സാറുമാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ചില സാറുമാർ ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ്സുകൾ തന്നെ തരുമായിരുന്നു പഠിപ്പിക്കുന്നതിനിടയ്ക്ക്. അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കര പഠിക്കാൻ തന്നെ നമുക്കൊരു ബൂസ്റ്റിംഗ് പോലെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിങ്ങും സപ്പോർട്ടിങ്ങും ആയിരുന്നു. പിന്നെ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നൊന്ന് പറയുമോ? സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ബ്രില്യൻ്റ് ലേണിംഗ് ആപ്പാണ്. അതിൽ ക്വസ്റ്റ്യൻസ് എക്സാംസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നമുക്ക് പിന്നെ പഠിക്കാൻ തോന്നും. കാര്യം അതിൽ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ എക്സാംസിൻ്റെയും ഓരോ ടെസ്റ്റുകളുടെയും ഇങ്ങനെ ഫസ്റ്റ് ടോപ്പ് 5 റാങ്ക്സ് ഇടുമായിരുന്നു. അപ്പം നമ്മുടെ പേരൊന്നും അവിടെ എത്തുകയില്ലെങ്കിലും നമുക്കൊരു വാശി ഉണ്ടായിരുന്നു അവിടെ വരെ എത്തണം, ആ പേരുകളിൽ എത്തണം എന്ന്. കാര്യം ഇവിടുത്തെ ടോപ്പേഴ്സിൻ്റെ എല്ലാ പേരുകളും ആ ടോപ്പ് 5 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ എത്തണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രില്യൻ്റ് ലേണിംഗ് ആപ്പ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ ശരിക്കും ഫസ്റ്റ് ഇയർ അത്ര ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. 12th എത്തിയപ്പോഴാണ് ബ്രില്യൻ്റ് ലേണിംഗ് ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് തന്നെ എക്സാംസിന് ചില നേരത്ത് വരുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നെ ബ്രില്യൻ്റിലെ ബുക്സ്, റിസോഴ്സസ്, മെറ്റീരിയൽ അതെല്ലാം ഭയങ്കര നമുക്ക് പഠിക്കാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്സ് ആയിരുന്നു, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്സ് ആയിരുന്നു. അപ്പോൾ അതും ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഓൾ ഓവർ നമ്മുടെ ബ്രില്യൻറ്റിനെ കുറിച്ച് വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യോഹാന് നമ്മളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതേ യോഹാൻ തന്നെ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് ഒന്നും എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റാങ്കുകളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അതുപോലെ നമുക്ക് നല്ല ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം നേടിയെടുക്കാം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന യോഹാൻ. അപ്പോൾ അതേ പാരൻസിൻ്റെ ഒക്കെ മുഖത്ത് ആ ഒരു സന്തോഷം, ആ ഒരു അഭിമാനം ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.